സോ നമ്മളിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ബോട്ട് Airdopes 161 എന്ന ഇയർബഡ്സിനെ പറ്റിയാണ്. ബോട്ട് എന്ന ബ്രാൻഡ് 1 ഇയർ മുമ്പ് ലോഞ്ച് ചെയ്ത ഒരു ഇയർബഡ്സ് ആണിത്. അതുപോലെ തന്നെ ഇപ്പോഴും ഈ ഒരു ഇയർബഡ്സ് വർത്തിയാണോ, അതുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയർബഡ്സ് ആണോ, അതുപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും ആണ് നമ്മളിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇത്ര ഒരു ചെറിയ ബോക്സാണ് നമ്മുടെ Airdopes 161 പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വൈറ്റ് കളറിലെ ഇയർബഡ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. അതിന് തൊട്ട് സൈഡിലായിട്ട് ഒരു ആക്സറി ബോക്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആക്സറി ബോക്സിനകത്ത് Type-C കേബിൾ ആണ് ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഒരു കവറിനകത്ത് എക്സ്ട്രാ 2 പെയർ ഓഫ് ഇയർ ടിപ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ താങ്ക് യു കാർഡ് അല്ലെങ്കിൽ മറ്റ് ആക്സറി കാർഡ്സും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇയർബഡ്സിന്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഇയർബഡ്സ് ഗ്ലോസി പ്ലാസ്റ്റിക്കിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഫിംഗർ പ്രിന്റ് സ്മജസും അതുപോലെ തന്നെ സ്ക്രാച്ചസും ഒന്നും വലുതായിട്ട് അറിയത്തില്ല. എന്നാൽ നിങ്ങൾ ബ്ലാക്ക് കളറിലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സ്ക്രാച്ചസ് ഒക്കെ വളരെ പെട്ടെന്ന് കാണാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നല്ലൊരു കോമ്പാക്ട് ഡിസൈനിലാണ് ഈ ഒരു ഇയർബഡ്സ് വന്നിട്ടുള്ളത്. ഒരു ബോക്സി ഡിസൈനിലാണ്, ഒരു ബോക്സി ഡിസൈൻ ഷേപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. പ്രൊഡക്റ്റ് ഓവറോൾ നോക്കുന്ന സമയത്ത് തൊട്ട് താഴെയായിട്ട് Type-C പോർട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പോർട്ടിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു LED ഇൻഡിക്കേഷൻ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, നല്ലൊരു ഡിസൈനിലാണ് ഈ ഒരു ഇയർബഡ്സ് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു ഇയർബഡ്സിന്റെ കണക്ടിവിറ്റി നോക്കുവാണെങ്കിൽ ബ്ലൂടൂത്തിന്റെ കണക്ടിവിറ്റി 5.1 വെർഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ IWP ടെക്നോളജിയിലാണ് ഈ ഒരു ഇയർബഡ്സ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി ആണ് വന്നിട്ടുള്ളത്. സ്മാർട്ട് ഫോണും ഇയർബഡ്സോട് കണക്ട് ചെയ്യുന്ന ഡിലേ ഒക്കെ വളരെയധികം കുറവാണ്. ഓക്കെ, ഈ ഒരു ഇയർബഡ്സിന്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ആണ് ഈ ഒരു ഇയർബഡ്സിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ ഓരോ ഇയർബഡ്സിനകത്തും 10 മില്ലിമീറ്ററിന്റെ ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ആണ് ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വോക്കൽസിന്റെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിന്റെ ഒക്കെ സൗണ്ട് ക്വാളിറ്റി വളരെ അമേസിംഗ് ആയിട്ടാണ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ഇയർബഡ്സിനകത്ത് ഞാൻ ചില കണ്ടിട്ടുള്ളത് പോലെ തന്നെ 100% ഒക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് വളരെ ലൗഡ് ആയിട്ടുള്ള സൗണ്ട് ആണ് ലഭിക്കുന്നത്. സോ നമുക്ക് ചെവി വെക്കാൻ ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു ഇയർബഡ്സിനകത്ത് നമ്മൾ 100% വെച്ചാൽ പോലും നമുക്ക് നല്ലപോലെ തന്നെ സൗണ്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇയർബഡ്സിന് വന്നിട്ടുള്ളത്. മൂവീസ് ഒക്കെ കാണാനായാലും അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ മൾട്ടിമീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഇയർബഡ്സ് തന്നെയാണിത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഇയർബഡ്സിന്റെ മൈക്ക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഓരോ ഇയർബഡ്സിനകത്തും സിംഗിൾ മൈക്കാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നോർമൽ ലെവലുള്ള മൈക്ക് ക്വാളിറ്റി മാത്രമാണ് ഇതിൽ ലഭിക്കുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള, അതായത് വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ല. അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള കോൾസ് ഒക്കെ ചെയ്യാൻ മാത്രമേ ഈ ഒരു ഇതിനകത്ത് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഇയർബഡ്സ് ഫുള്ളി കൺട്രോൾഡ് ആയിട്ടുള്ള ടച്ച് സെൻസർ വെച്ചിട്ടാണ്. അതുപോലെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ടച്ച് സെൻസേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. യാതൊരു ഇഷ്യൂസും ഇതിൽ നിന്ന് ഉണ്ടായിട്ടില്ല. സോ നെക്സ്റ്റ് ആയിട്ട് ഇതിന്റെ ബാറ്ററി ബാക്കപ്പിലേക്ക് വരുവാണെങ്കിൽ വളരെ മികച്ചൊരു മാസീവ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഏകദേശം 2 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം ബാറ്ററി ബാക്കപ്പ് റിമൈനിങ് ആയിട്ട് വന്നിട്ടുള്ളത് വെറും 90%. അതായത് 2 മണിക്കൂർ യൂസ് ചെയ്തതിന് ശേഷം 10% ബാറ്ററി പോയത്. സോ വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 1 വീക്ക് വരെ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ല നിങ്ങൾ നോർമൽ ആയിട്ടുള്ള യൂസേജ് മാത്രമാണെങ്കിൽ അപ് ടു 2 വീക്കിന്റെ ബാറ്ററി ബാക്കപ്പ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഇയർബഡ്സിനകത്ത് ASAP ചാർജിംഗ് സിസ്റ്റം ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഇയർബഡ്സ് ഒരു പ്രാവശ്യം ചാർജ് ചെയ്യാൻ ഇട്ടുവാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ 0 to 100% ഫുൾ ചാർജ് ആകുന്നതാണ്. അതുപോലെ കേസ് ഫുള്ളി ചാർജ് ചെയ്യാൻ അപ് ടു 1 അവർ എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു ഇയർബഡ്സ് IPX5 വാട്ടർ റെസിസ്റ്റന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ഗെയിമിംഗ് ഇയർബഡ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു നോർമൽ പെർഫോമൻസ് മാത്രമാണ് ഗെയിമിങ്ങിന് ലഭിക്കുന്നത്. ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നല്ലപോലെ തന്നെ ഡിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നല്ലപോലെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. കാരണം ഗെയിം നമുക്ക് കളിക്കുന്ന സമയത്ത് നമ്മുടെ ഇയർബഡ്സിലേക്ക് വരുന്ന ആ സൗണ്ടൊക്കെ വളരെ ഡിലേ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഗെയിം കളിക്കാൻ ഞാനിത് റെക്കമെൻഡ് ചെയ്യത്തില്ല. നോർമലായിട്ടുള്ള ഗെയിമിങ്ങിന് മാത്രം ഇത് ഓക്കെയാണ്. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ പ്രൈസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച 1000 രൂപയ്ക്കാണ്. സോ ഈ ഒരു പ്രൈസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു 1300 താഴെ അത്യാവശ്യം നല്ലൊരു ഇയർബഡ്സ് തന്നെയാണിത്. ബാറ്ററി ബാക്കപ്പും അതുപോലെ മ്യൂസിക് ക്വാളിറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയർബഡ്സ് തന്നെയാണിത്. ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ മികച്ചൊരു മാസീവ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും മ്യൂസിക് ക്വാളിറ്റിയും ഇന്ന് ലഭിക്കുന്നുണ്ട്. സോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ രണ്ടും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ബാറ്ററി ബാക്കപ്പും മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഇയർബഡ്സ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോഴും സ്റ്റിൽ ഇതൊരു റെക്കമെൻഡ് ആയിട്ടുള്ള ഇയർബഡ്സ് തന്നെയാണ്. സോ അതൊക്കെയാണ് നമ്മുടെ ബോട്ട് Airdopes 161 ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. സോ നിങ്ങൾ ഇത്ര നേരം കണ്ടെന്ന് വെച്ചാൽ മ്യൂസിക് ലവേഴ്സിനും ബാറ്ററി ലവേഴ്സിനും ഇഷ്ടപ്പെട്ട ഒരു ഇയർബഡ്സ് ആണ്. സോ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് ഇയർബഡ്സ് വേണോ, അതിനായിട്ടൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഇയർബഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഗെയിമിങ്ങിനായാലും നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, അത്യാവശ്യം നല്ലൊരു മ്യൂസിക് ക്വാളിറ്റി ഒക്കെ ലഭിക്കുന്ന ഒരു ഇയർബഡ്സിന്റെ വീഡിയോ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്പർ എന്ന ബ്രാൻഡിന്റെ ഒരു പ്രൊഡക്റ്റ് ആണിത്. സോ ഇതിലേക്ക് ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യാൻ മസ്റ്റ് ബി ലൈക്ക് ചെയ്തേക്കാം. സോ ഇതിനെ വെച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.